കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഞങ്ങൾ കമ്മിറ്റി സിദ്ദിഖും കഴിഞ്ഞ ദിവസം ശ്രീ സിദ്ദിഖും ശ്രീ ചന്ദ്രശേഖരനും ഞാനും തൃശ്ശൂർ പോയിരുന്നു. DCCയിൽ ഒരു റൗണ്ട് ചർച്ച നടത്തി. പിന്നെ ഇന്നിപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ആയ മുൻ KPC പ്രസിഡന്റ് ശ്രീ K. മുരളീധരനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഈ പ്രോസസ് തുടരുകയാണ്. ഇനിയും പലരെയും കാണാനുണ്ട്. തൃശ്ശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനേറ്റത്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. K. മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ കാരണം കണ്ടെത്തലാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. അദ്ദേഹത്തിനാണ് ഓൺ ദ സ്പോട്ട് കുറച്ചുകൂടെ അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആൾ. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നേതൃയോഗത്തിൽ ഇത് വരേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ ഇത് പൂർത്തിയായിട്ടില്ല. ഞങ്ങളുടെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. ഇനിയും തൃശ്ശൂർ പോകേണ്ടി വരും, പലരെയും കാണേണ്ടി വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. ഇത് ഈ വിഷയം നേതൃയോഗത്തിൽ വരേണ്ട കാര്യമില്ല. പക്ഷേ തൃശ്ശൂരിലെ പരാജയം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് UDFനുണ്ടായ വലിയ ആഘാതമാണത്. കാരണം ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല തൃശ്ശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. എല്ലാവരും വിജയം പ്രതീക്ഷിച്ചതാണ്. അതും K. മുരളീധരനെ പോലുള്ള സ്ഥാനാർത്ഥി, മുൻ KPC പ്രസിഡന്റ്, അദ്ദേഹത്തിന് തട്ടകമായ തൃശ്ശൂരെ മത്സരിക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്തായി എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ വിഷയമാണ്. കോൺഗ്രസ് അതേപ്പറ്റി ഗൗരവമായി പഠിക്കും, കാരണം കണ്ടെത്തും, പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. 96-ൽ നിന്ന് 2024 വരുമ്പോഴും മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. 96-ൽ ലീഡറും അവിടെ തോറ്റിരുന്നു, അന്നും തെന്നല കമ്മീഷനെ വെച്ചിരുന്നു. ഇതേപോലെ തന്നെ കാലുവാറിലാണ് അന്നും ആരോപിക്കപ്പെട്ടത്. ഏതായാലും ഇത് ഒരു പുതിയ അനുഭവമാണിത്. തൃശ്ശൂരിൽ ഇങ്ങനെ സംഭവിക്കാം. കാരണം കേരളത്തിലെ ഭരണത്തിലേക്ക് UDF മടങ്ങി വരണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വിജയം അനിവാര്യമാണ്. സംഭവിക്കാൻ പാടില്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ട് ഇതൊരു വെറും എക്സസൈസ് ആയിരിക്കത്തില്ല. ഇതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരമുണ്ടാക്കാൻ തീർച്ചയായിട്ടും KPC ശ്രമിക്കുന്ന വിചാരിക്കുകയാണ്.